ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട ഭൂമാഫിയകളുടെ നീക്കം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ഗ്രാമമേഖലകളിൽ, പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ സർവ്വസാധാരണമാണ് എന്ന് രേഖാമൂലം തെളിയിക്കുന്ന നിരവധിയായ ഫയലുകൾ നവീൻ ബാബുവിൻ്റെ കൈവശം ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുണ്ട്. അതുൾപ്പെടെ മിസ്സിംഗ് ആണ്. അതായത് നവീൻ ബാബുവിൻ്റെ കയ്യിലെ രേഖകൾ ഉൾപ്പെടെ തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള ഒരു ഗൂഢനീക്കം നടന്നത് എന്ന് വ്യക്തം. നവീൻ ബാബുവിനെ നേരത്തെ തന്നെ ടാർഗറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറായിട്ടുള്ള ഗീത AS കൊടുത്തിരുന്നതാണ്. പക്ഷേ അതൊന്നും തന്നെ അന്വേഷിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കൃത്യമായും പ്രതിചേർക്കപ്പെട്ടിരിക്കുന്നവരെ സംരക്ഷിക്കാൻ, അതായത് PP ദിവ്യയെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോഴിതാ MV ഗോവിന്ദൻ്റെ കുടുംബത്തിന് പമ്പ് മാഫിയയുമായി വലിയ തോതിലുള്ള ഇടപെടൽ ഉണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യം പുറത്തു വന്നിരിക്കുകയാണ്. MV ഗോവിന്ദൻ്റെ 2 മക്കൾ വലിയ തോതിൽ അഴിമതിക്കാരാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ രംഗത്ത് വന്നിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ്. MV ഗോവിന്ദനെതിരെയുള്ള ഈ അലിഗേഷനെതിരെ എന്തുകൊണ്ട് അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കുന്നില്ല? അതിൽ വലിയ തോതിലുള്ള ഒളിച്ചുകളിയാണ് അദ്ദേഹം നടത്തുന്നത്. PP ദിവ്യയെ സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ വ്യഗ്രതപ്പെടുന്നത് MV ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമളയാണ്. മുഖ്യമന്ത്രിയോ കണ്ണൂർ ലോബിയോ ഒന്നും ശ്രമിക്കാത്ത ഒരു വെപ്രാളവും ആദിയും പരവേശവുമെല്ലാം PK ശ്യാമളയ്ക്ക് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ മാഫിയ സംഘങ്ങൾ ഇദ്ദേഹത്തിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ആരോപണം ശക്തമാവുകയാണ്. നവീൻ ബാബുവിൻ്റെ സഹോദരനായ പ്രവീൺ ബാബു കൃത്യമായി പോലീസിന് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഇതുവരെയും ഫയലിൽ സ്വീകരിച്ചിട്ടില്ല. മഞ്ജുഷയുടെ മൊഴി അത് കോടതിയിൽ സമർപ്പിച്ചില്ല. ഇതുവഴിയാണ് PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചത്. അത് അഡ്വക്കേറ്റ് ജോൺ റാൽഫ് കൃത്യമായി പറയുന്നുണ്ട്. ഹൈക്കോടതിയിൽ ദിവ്യയുടെ ജാമ്യത്തെ ക്വാഷ് ചെയ്തുകൊണ്ട്, അതായത് ആ അപ്പീലിനെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിവ്യയെ ജാമ്യത്തിൽ ഇറക്കിയതിൻ്റെ പിന്നിൽ വലിയ രീതിയിലുള്ള പ്രോസിക്യൂഷൻ്റെ ഒത്തുകളിയുണ്ട് എന്ന ആരോപണം അതിശക്തമാണ്. വിശ്വൻ വക്കീലും അതുപോലെ തന്നെ ദിവ്യയുടെ അഭിഭാഷകൻ, അതുപോലെ തന്നെ സർക്കാർ കൃത്യമായി പ്രോസിക്യൂഷനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. സർക്കാർ വലിയ രീതിയിലുള്ള ഇരട്ടത്താപ്പാണ് ഇവിടെ കാണിച്ചത് എന്ന് കൃത്യമായി മഞ്ജുഷയുടെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുകയാണ്. മഞ്ജുഷയ്ക്ക് നീതി കിട്ടുന്നത് വരെ പോരാട്ടം തുടരും എന്നാണ് അഡ്വക്കേറ്റ് ജോൺ റാൽഫ് പറഞ്ഞിരിക്കുന്നത്.